بسم الله الرحمن الرحيم. يا حضرة سيدنا مصطفى محمد صلى الله عليه وسلم، سيدنا تقي الدين محمد الدارمي القادري رضي الله عنه. اللهم إلى حضرات مشايخنا وأساتذتنا وأستاذ الأساتذة إمامنا ابن عطاء الله السكندري رضي الله عنه. ثم الفاتحة بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. നമ്മൾ ഹിക്കമിൻ്റെ ക്ലാസ് എടുത്തിട്ട് കുറേയായി. സമയം കിട്ടാത്തത് കൊണ്ടാണ്. എല്ലാവരും പൊരുത്തപ്പെടണം. 32ാമത്തെ ഹിക്മത്താണ് പറയുന്നത്. ഈ കാലഘട്ടം മനുഷ്യന്മാർക്ക് ഇങ്ങനെ കറാമത്ത് ഇങ്ങനെ വെളിവാകണം, അതിനെ പാടിപ്പുകഴ്ത്തണം, അതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണം. സ്വന്തം പറഞ്ഞുകൊണ്ട് നടക്കുന്നവരുണ്ട്, അനുയായികളെ കൊണ്ട് പറയിപ്പിക്കുന്നവരുണ്ട്, നോട്ടീസ് അടിക്കുന്നവരുണ്ട്. ഇങ്ങനെ കുറെ അസ്റാറുകൾ എനിക്കൊന്ന് വെളിവായി കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അതിനെല്ലാം മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു തടയിടുകയാണ്. തശവ്വുഫുക ഇലാ മാ ബത്തന ഫീക മിനൽ ഉയൂബി ഖൈറുൻ മിൻ തശവ്വുഫിക ഇലാ മാ ഹുജിബ അൻക മിനൽ ഗുയൂബ്. നിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒന്നിലേക്ക് നീ സ്കാൻ ചെയ്ത് നോക്കുക എന്നൊക്കെ വേണമെങ്കിൽ മലയാളം പറയാം. തശവ്വുഫുക്കാക്കി. ഇപ്പൊ നമ്മളെ ബാബ ഉസ്താദിന്റെ അല്ലാഹു തആല അവർക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ, ഒരു സ്കാനിങ്ങിന്റെ ഒരു ഓരം പറഞ്ഞല്ലോ. മനുഷ്യന്മാരെ കിബിറൊഴിച്ച് ടെസ്റ്റ് ചെയ്യാനും എല്ലാം നമ്മൾ പോകും. ഷുഗർ ഇത്ര, പ്രഷർ ഇത്ര, എത്ര കിബിറുണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സ്കാനിങ് ചെയ്യുക. സ്കാനിങ് ആകുമ്പോൾ അതിന്റെ മട്ടത്തിനുള്ള അർത്ഥം വരും. തശവ്വുഫുക, തശവ്വഫ, ശവ്വഫ, തശവ്വഫ, ശവഫ ബിമാന ത്വലഅ, വെളിപെടുക. വെളിപെടൽ വെറുതെ അല്ല. അന്ത തത്ലുഉ, തത്ലുഉ എന്ന് പറഞ്ഞാൽ തന്നെ ബി ഐനിൽ ബസീറ. ത്വലയ്ക്ക് അങ്ങനെ മാന കൊടുക്കാം വേണമെങ്കിൽ. പിന്നെ തസവ്വുഫ് എന്ന് മാന കൊടുത്തപ്പം അത്തത്വല്ലുഉ, നല്ല രീതിയിൽ സ്കാനിങ് ചെയ്ത് നോക്കുക. തശവ്വുഫുൻ ഇല ശൈഇ എന്ന് പറയും. തശവ്വഫ ഇല ശൈഇ, ആ കാര്യത്തിലേക്ക് മുഖ്യമായി എടുത്തു എന്ന മാനയ്ക്ക്. അകങ്കാഴ്ച കൊണ്ട് നല്ല രീതിയിൽ ഒന്ന് സ്കാനിങ് ചെയ്ത് നോക്കുക. നിന്റെ ഉള്ളിൽ ഉള്ള ഒന്നിലേക്ക് മിനൽ ഉയൂബി, ഐബുകളാൽ. നമ്മുടെ ഉള്ളിൽ എന്തെല്ലാം ഐബുകളാണ് എന്നൊന്ന് വെളിവാക്കല്, അതിലേക്കൊന്ന് വെളിപെടല്. ഐബുകൾ കിബറുണ്ട്. കിബർ അഹംഭാവം, അകപ്പെരുമ, അസൂയ, ഉൾനാട്യം. കിബർ, ഹഖദ്, ഹിഖദ്, ഉജുബ്, റിയാ, ലോകമാന്യത, ഉജുബ്, അകപ്പെരുമ. ഇങ്ങനെ നിന്റെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ഐബുകളെ ഒന്ന് സ്കാൻ ചെയ്തെടുക്കൽ. ആ സ്കാൻ ചെയ്തെടുക്കലാണ് മോനെ ഖൈറുൻ, ഭയങ്കര നന്മയായത് നിനക്ക്. എന്തിനേക്കാൾ? മിൻ തശവ്വുഫിക ഇലാ മാ ഹുജിബ അൻക മിനൽ ഗുയൂബി. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ അസ്റാറുകളാലും കറാമത്തുകളാലും നിന്നെ തൊട്ട് അതിനെ തടയപ്പെട്ടു. അങ്ങനത്തെ ഒന്നിലേക്ക് നീ സ്കാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഖൈറായത് നിന്റെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ള ഒന്നിനെ സ്കാൻ ചെയ്തെടുത്തിട്ട് അതിനുള്ള പരിഹാരം, അതിനുള്ള ട്രീറ്റ്മെന്റ് നടത്തുക. അതാണ് ഏറ്റവും നിനക്ക് നല്ലത് എന്ന്
മനസ്സിലായില്ല? മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റഹിമഹുല്ലാഹ് അവിടുത്തെ മുരീദന്മാരോട് പറഞ്ഞു കൊടുക്കുന്ന ഒന്നാണ്, ഈ ഒരു സ്കാനിംഗ് ആണ് നമ്മൾക്കില്ലാത്തത്. നമ്മളിൽ കിബറുണ്ട്, ഉജുബുണ്ട്, ഹസദുണ്ട്, റിയാവുണ്ട്, വേണ്ടാത്തരങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമ്മളിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട് എന്നിരിക്കവേ, അങ്ങനത്തെ ഹാലിൽ, ഈ ഒരു ഹാലിലായിരിക്കവേ എനിക്ക് വലിയ ഔലിയാവണം, ഞാനിത്തിരി പ്രസിദ്ധമാകണം, എന്നെപ്പറ്റി കറാഹത്തുകളുടെ ആൾക്കാർ പറയണം, എന്നെപ്പറ്റിയുള്ള രഹസ്യങ്ങൾ പുറത്തു വരണം. മനസ്സിലായോ? ഇലാഹിയായ അസ്റാറുകൾ എന്നിൽ നിന്ന് പുറത്തു വരണം. അങ്ങനത്തെ ഒരവസ്ഥ ചിന്തിക്കുന്നതിനേക്കാൾ ഏറ്റവും നിനക്ക് നല്ലത്, പടച്ചവനെ എന്റെ നഫ്സിൽ ഞാൻ ആരോടെല്ലാം ഏതെല്ലാം വിധേനയുള്ള കിബറും ഉജുബും ഹസദുമുള്ള ആളാണ്, അത് ഞാനൊന്ന് നന്നാക്കിയെടുക്കട്ടെ. അതാണ് യഥാർത്ഥ ശൈഖന്മാർ ആദ്യമായി കൊണ്ട് തന്നെ മഹാനായ കമാലുദ്ദീൻ ഉമറുൽ ഖാദിരി റളിയല്ലാഹു അൻഹു അവിടുത്തെ തരീഖത്തിലേക്ക് ബൈഅത്ത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ 2424 മണിക്കൂർ ദിവസം എന്ന അടിസ്ഥാനത്തിൽ 2400 ദിക്ർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ജലാലത്തിന്റെ തൗഹീദിന്റെ കലിമത്ത് 2400 പ്രാവശ്യം ഒരു ദിവസം, അങ്ങനെ 100 ദിവസം. ആ 100 ദിവസം അത്തരം ചെല്ലുമ്പോൾ എത്രയാവും? എന്നിട്ട് എന്ത് ചെയ്യുക? ത്വരീഖത്തിലേക്ക് ബൈഅത്ത് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി. അപ്പൊ നഫ്സ് സ്ഫുടം ചെയ്തെടുത്തു. ഇനി നമ്മളെ മാർഗത്തിലേക്ക് കിടക്കാം. ഇപ്പൊ അതല്ലല്ലോ, ഇപ്പൊ ഉള്ള കിബറും ഉണ്ട്, ഉജുബും ഉണ്ട്, ഹസദും ഉണ്ട്, സർവ്വതും ഉണ്ട്. എന്നിട്ട് പോവാ തരീഖത്ത് വാങ്ങാൻ. എന്നിട്ട് ഇങ്ങനെ തരീഖത്ത് വാങ്ങിയിട്ടോ 2 ദിക്ർ ചെല്ലുമ്പോഴത്തേക്ക് നമ്മളങ്ങ് വലുതാവുകയും ചെയ്തു. 10-16 കൊല്ലം 18 കൊല്ലം ദർസെടുത്ത, അല്ലെങ്കിൽ 10-20 കൊല്ലം ജീവിതകാലം മുഴുക്കെ ഇൽമു കൊണ്ട് ജോലിയായ വലിയ വലിയ ഉസ്താദുമാരെ തെറി പറയാനും അവർക്ക് മറുപടി പറയാനും ചാടി ഇറങ്ങുക ശൈഖന്മാർ. അതുകൊണ്ട് മോനെ, മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി പറയുന്നു, തശവ്വുഫുക ഇലാ മാ ബത്തന ഫീക മിനൽ ഉയൂബ്, തശവ്വുഫുക ബിൽ ഫാഇ ഫിൽ മൗദിഇനി ഐ തത്തല്ലുക ബിഐനിൽ ബസീറ ഇലാ മാ ബത്തൻ ഐ ഖഫിയ ഫീഹാ, ഖഫിയ മറഞ്ഞത്, ഫീക നെന്നിൽ മറഞ്ഞത്, മിനൽ ഉയൂബി ഐബുകളാൽ നെന്നിൽ ഒരുപാട് കാര്യങ്ങൾ മറഞ്ഞിരിപ്പുണ്ട്, വൽ അംറാദിൽ ഖൽബിയ ഖൽബിയായ രോഗങ്ങളാൽ. കണ്ടാ ഏതൊക്കെയാ? കിബർ, ഹിഖദ്, ഉജുബ്, റിയാ, സുംഅത്ത്, മുദാഹനത്ത്, ഹുബ്ബുർ റിയാസത്തി വൽ ജാഹ്. ഓ മാഷാ അല്ലാഹ്, സ്ഥാനമാനം, മോഹം. പ്രസിഡന്റ് ആവണം, സെക്രട്ടറി ആവണം, അധ്യക്ഷൻ എന്നെ കിട്ടണം, നോട്ടീസിൽ എന്റെ പേര് ഒന്നാമതല്ലെങ്കിൽ രണ്ടാമതെങ്കിലും വരണം. പണ്ടില്ല കുറ്റൂരാരി കണക്ക് വട്ടത്തിൽ എഴുതിയിട്ടുണ്ട് ഒരു പേര് പിന്നെ വട്ടത്തിൽ എഴുതി. കാരണം എന്താ, എങ്ങനെ എഴുതിയിട്ട് പറ്റുന്നില്ല. വട്ടത്തിൽ എഴുതുമ്പോ ആരെ പേരാണോ ആദ്യം വായിക്കുന്നത് അയാൾ എന്റെ ആയിക്കോട്ടെ, തിരിച്ചു മറിച്ച് നോക്കിയാൽ മതിയല്ലോ. വട്ടത്തിൽ എഴുതുമ്പോ ഇങ്ങനെ റിയാസത്ത്, ഹുബ്ബുർ റിയാസ. രാജസ്ഥാന്റെ ഒരു ക്ലാസ് പഠിത്തി ഞാൻ കേട്ടു. പഠിച്ചവനെ എന്തോരം ക്ലാസ്സായി പോയത്. ഹുബ്ബുർ റിയാസ, ഞാൻ വലിയ നേതാവ്, എനിക്ക് നേതാവാകണം, പ്രസിഡന്റ് ആവണം, സെക്രട്ടറി ആവണം. ഓ മാഷാ അല്ലാഹ്, എന്റെ പേര് വരണം. എന്റെ പേരില്ലെങ്കിൽ നമ്മൾ യോഗത്തിനും ഇല്ല, പരിപാടിക്കും ഇല്ല. ഇത് തന്നെ ലാസ്റ്റ് എന്താവും? ലാസ്റ്റ് എല്ലാം നഷ്ടപ്പെട്ടവനായി പോകും. അല്ലാഹു കാക്കട്ടെ. മനസ്സിലായില്ലേ? അതാണ്. പിന്നെ വൽ മുദാഹനത്തി, ഞമ്മക്കുള്ള ഒന്നാമത്തെ പരിപാടി ആൾക്കാരെ സോപ്പിട്ടെടുക്കുക. മുദാഹനത്തി എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം തന്നെ ഇങ്ങനെ മയമാക്കി എടുക്കുക. എണ്ണയിട്ടിങ്ങനെ നമ്മൾ ഒഴിയാൻ പോകുമ്പോൾ ഉണ്ടാവില്ല, ഒരു എണ്ണയിട്ടിട്ട് ഞരമ്പുകളേക്കൊന്ന് മയമാക്കി എടുത്തിട്ട് രണ്ട് പിടിക്കൽ, ഇങ്ങനെ മുദാഹനത്ത്. അതേ പ്രകാരം തന്നെ സുംഅത്ത്, ഈ സുംഅത്ത് പ്രശസ്തി, നമ്മൾ വലിയ ആള്, ലോകമാന്യത, പ്രശസ്തി എന്ന് പറഞ്ഞാൽ 10 പേരെ കൊണ്ട് പറയിപ്പിക്കാം. റിയാവ് പിന്നെ ഏറ്റവും വലിയ രോഗം. ഇമാമിന്റെ ആ ഇഹയാക്ക് നോക്കിയാലും മാഷാ അല്ലാഹ്, നമ്മളെ എന്നും ഒരൊറ്റ ദിവസത്തെ അമല് പോലും അല്ലാഹു സ്വീകരിച്ചതാ നമുക്കറിയില്ല. അപ്പൊ ഖൽബിയായ എല്ലാ രോഗങ്ങളെയും സ്കാനിങ് ചെയ്ത് അതിനെ വൃത്തിയാക്കി എടുക്കലാണ് ഖൈറുൻ, ഏറ്റവും നല്ലത്. എന്തിനേക്കാൾ?
മിൻ തസവ്വുഫിക നീ ആഗ്രഹിക്കുന്നതിനേക്കാൾ നീ വെളിപ്പെടുന്നതിനേക്കാൾ എന്തിലേക്ക് ഇലാമ ഒരു കാര്യത്തിലേക്ക് എങ്ങനത്തെ ഒരു കാര്യം ഹുജിബ നിന്നെ തൊട്ടതെല്ലാം എന്നോ ബഹുദൂരം വഴിദൂരമാക്കപ്പെട്ടതാണ്. അതെന്തിനാൽ മിനൽ ഗുയൂബ് ഗൈബുകളാൽ അസ്റാരിയായ ഇലാഹിയായ അസ്റാറുകളാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലർക്ക് കൊടുക്കുന്ന കറാമത്തുകളാലും അതിലേക്ക് വെളിപ്പെടുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെയുള്ള നന്നിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള സർവ്വവിധമായ മോശമായ എല്ലാ സ്വഭാവങ്ങളെയും അത് നീക്കുക. ഹത്താ തതവജ്ജഹ ഹിമ്മതുക ഇലാ സവാലി ദാലിക ബിരിയാദതി വൽ മുജാഹദതി ഖുസൂസൻ പ്രത്യേകിച്ചും അലാ യദി ശൈഖിൻ ആരിഫിൻ ഖൈറിൻ ലക ആരിഫിൻ അലാ ശൈഖിൻ ഒരു നല്ല ഉപദേശകനായ ഇർഷാദ് ഉസ്താദി എന്ന് പറഞ്ഞ കണക്ക് ഇവരൊക്കെ ഷെയ്ഖെന്നേ പറയുള്ളൂ. ഉസ്താദ് എന്ന പ്രയോഗം സാധാരണ ഇല്ല. ഷെയ്ഖിനെന്നും റഈസുൽ ഉലമയെന്നും ഉസ്താദ് എന്നുള്ള പ്രയോഗം കാണിക്കുന്നില്ല. ഷെയ്ഖ് അസ്വഹാബ് സാഹിബ് അസ്വഹാബി എന്നും മശായിഖ് ഷെയ്ഖന്മാരെന്നാണ് പറയുക. അപ്പൊ അടുത്ത മാന അത്രയേ ഉള്ളൂ. നല്ല ഇർഷാദ് ഉസ്താദി പോലെയുള്ള നല്ല ഉസ്താദിന്റെ ശിക്ഷണത്തിൽ വളരുന്ന ഉസ്താദിന്റെ ശിക്ഷണം തന്നെ നമുക്ക് പാഠമാകണം. അവർക്കുള്ള ജീവിതത്തിൽ നമ്മളവർ കാണുന്നില്ല, ഒരു ഖറാത്ത് ചെയ്തതായിക്കൊണ്ടോ ഒരകപ്പരമ കാണിച്ചതായിക്കൊണ്ടോ അങ്ങേറ്റം താന്ന് ജീവിച്ചവരാണ് അവരെല്ലാം. മനസ്സിലായില്ലേ? നമ്മൾ വലിയ ആളായിട്ട് ഇങ്ങനെ നടക്കുക, അത് നിന്റെ നഫ്സിന്റെ ഹദ്ദാണ്, അതെല്ലാം എടുത്തു നീ കളയണം എന്ന്. മനസ്സിലായില്ലേ? അതാണ് മഹാനായ ഇബ്നു അത്താഇല്ലാഹ് സിക്കന്ദരി പറഞ്ഞത്. എന്റെ വിശദീകരണം ഒരുപാട് വിശദീകരണങ്ങൾ പറയാനുണ്ട്. رياضة النفس فصلا في الطريق الذي به يتعرف الإنسان عيوب نفسه فلينظر فيه المريد. അയ്ബുകളെ കൊണ്ട് നല്ല രീതിയിൽ മനസ്സിലാക്കുന്ന ഒരു ഷെയ്ഖിന്റെ മുന്നിൽ നമ്മളെ തളച്ചിട്ടു. ആ ഉസ്താദിന്റെ ശിക്ഷണത്തിൽ വളർന്നു. അപ്പൊ വളരുമ്പോ നമ്മൾ നല്ലവരായിത്തീരും. മനസ്സിലായില്ലേ? അങ്ങനെ ഉസ്താദിന്റെ അടുത്ത് നിൽക്കുമ്പോൾ ഉസ്താദ് നമുക്ക് പറഞ്ഞുതരും ഇന്നതൊക്കെ നമ്മൾ ഒഴിവാക്കണം, ഇന്നത് കൊണ്ട് നമ്മൾ മുത്തസിഫാകണം. وقد جعل حاصل 4 أوجه أحدها يجلس بين يدي شيخ بصير بالعيوب والآفات. മനുഷ്യന്റെ ആപത്തുകളെ കൊണ്ട്, ആപത്ത് മറ്റേ സാധാരണ ആക്സിഡന്റൊന്നുമല്ല, ഐബുകളെ കൊണ്ടും നല്ലോണം അറിയുന്ന ഉസ്താദുമാർ. അപ്പൊ ആ ഉസ്താദിന്റെ പിന്നാലെ പോകുമ്പോ ഇതെല്ലാം നമ്മളിന്ന് പോകും. മറ്റു നല്ലൊരു കൂട്ടുകാരൻ, അടിപൊളിയൊരു കൂട്ടുകാരൻ, നന്മകൾ കാണുമ്പോൾ സന്തോഷിക്കുന്ന കൂട്ടുകാരൻ, തിന്മ കാണുമ്പോൾ അതിനെ എതിർക്കുന്ന കൂട്ടുകാരൻ, അവനാ കൂട്ടുകാരൻ, യഥാർത്ഥത്തിൽ കൂട്ടുകാരൻ. മനസ്സിലായില്ല? ഇങ്ങനെ വാട്സപ്പും തുറന്നുകൊണ്ട് കുത്തിയിരിക്കും, ഇങ്ങനെ വർത്തമാനം പറയാൻ വേണ്ടി തന്നെ കാത്തിരിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും. എതിർക്കേണ്ടതിന് അന്നേരം എതിർക്കണ്ട, അല്ലെ പിന്നെ മോശമല്ലേ? അവന്റെ ശത്രുക്കളിൽ നിന്നും അവന്റെ ഐബുകളെ മനസ്സിലാക്കലിനെ സമ്പാദിച്ചെടുക്കും. ഇല്ല, എന്നോടൊരാൾ ഇഷ്ടമില്ലെങ്കിൽ അയാൾ പിന്നെ എന്നെ പറ്റി ഒരുപാട് അങ്ങ് പറയും. അപ്പൊ അയാൾ പറയുമ്പോൾ നമുക്ക് അയാളോട് നല്ല സന്തോഷം തോന്നാവും, ചായ വെച്ച് കൊടുക്കണം. കാരണം നമ്മളെ ഐബുകൾ അയാൾ നമുക്ക് ഒഴിവാക്കി തരികയല്ലേ. മനസ്സിലായില്ല? കാരണം നമ്മളെ ഐബ് ഒഴിവാക്കാൻ നമ്മളെ സദീഖന്മാർ ഒഴിവാക്കി തരത്തില്ല, നമ്മളെ അതുപോലെ അയാളെ വെളിവാക്കി തരുള്ളൂ. അങ്ങനെയുള്ള ആളാണ് മറ്റാളാണ്, ഇങ്ങനെയാണ് അയാൾ ഇങ്ങനെ വെളിവാക്കി തരുന്ന അങ്ങനത്തെ ശത്രുക്കൾ, അവരിൽ നിന്നും നിന്റെ നഫ്സിന്റെ ഐബുകളെ നീ മനസ്സിലാക്കിയെടുക്കണം. പിന്നെ ജനങ്ങളുമായിക്കൊണ്ട് ഇടപെടലുകൾ കൊണ്ട് മനസ്സിലാക്കി തരും. മനസ്സിലായില്ല? അല്ലാ, ഇടപഴകുമ്പം പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമോ ഇതൊന്നും കാര്യമില്ല, ഇതിനകത്തൊന്നും ഒരു വിഷയമില്ല, ഇത് നല്ല പ്രവർത്തനം അല്ല എന്ന് നമുക്ക് മനസ്സിലായില്ല. നമുക്ക് എന്ത് ചെയ്യാം? അത് നന്നാക്കി എടുക്കുകയും ചെയ്യാം. അവർ നമ്മളിൽ വല്ല കുറ്റങ്ങളും കണ്ടാൽ അവർ പറഞ്ഞു തന്നാൽ അവരോട് സ്നേഹം കാണിച്ച് നമ്മളെന്ത് ചെയ്യാം? പിരിഞ്ഞോ? അത് സമ്പാദിച്ചെടുക്കുകയും ചെയ്യുക എന്നതാണ് മഹാനവറുകൾ പറഞ്ഞത്. തത്തല്ലൂക അയ്യുഹൽ ഇൻസാൻ ഇലാ മാ ഖഫിയ ഫീക മിനൽ ഐബ് കൽ ഹസദി വൽ കിബരി വൽ ഉജ്ബി വൽ റിയാഇ വസ്സഇയുക ലിത്തഖല്ലുസി മിൻഹ. അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയുള്ള നിന്റെ കഠിനാധ്വാനം അഫ്ളലുമാണ് മിൻ തത്തല്ലുക ഇലാ മാ ഹുജിബ അൻക മിനൽ അസ്റാർ മിസ്ല അസ്റാറുൽ ഇബാദ് വമാ യതി ബിഹിൽ ഖദർ വൽ അസ്റാറുൽ ഇലാഹിയ എന്ന്
അത് അല്ലാഹു തആല ഓരോരുത്തർക്ക് ഫضലായി അവന്റെ ഔദാര്യമായി കൊടുക്കുന്ന ഒന്നാണ്. മറ്റേ നമ്മൾ സമ്പാദിച്ചെടുക്കണം, നമ്മളെ നഫ്സിനെ ശുദ്ധിയാക്കിയെടുക്കണം. അൽ ഹഖ്ഖു ലൈസ ബിമഹ്ജൂബിൻ വഇന്നമൽ മഹ്ജൂബു അൻത അനിൻ നദരി ഇലൈ ഇദ ലൗ ഹജബഹു ശൈഉൻ ലസതറഹു മാ ഹജബഹു വലൗ കാന ലഹു സാതിറുൻ ലകാന ലിവജൂദിഹി ഹാസിർ وكل حاسر لشيء فهو له قاهر وهو القاهر فوق عباده എന്നതാണ് അടുത്ത 33ാമത്തെ ഹിക്മത്ത്. ഇനി ഇൻഷാ അല്ലാഹ് ഈ ഖാദിൽ ഇമാമിൽ പറഞ്ഞ കുറേ വിശദീകരണം ഉണ്ട്, അത് അടുത്തതിൽ നോക്കാം ഇൻഷാ അല്ലാഹ്.